അച്ഛമ്മ എന്നും കുത്തി പറഞ്ഞിട്ടുണ്ട്. ദജ്ജുവിന് സംസാരത്തിൽ നിന്നും അറിയാം അതിന് ചെറിയ വിഷമമുണ്ട് അവൾക്ക്. എല്ലാവരും ചോദിച്ചു തുടങ്ങി, ഇനി എന്നാണാവും? മോളെ, നീ തന്നെ ഒന്ന് ചോദിച്ചറിയൂ. എന്തെങ്കിലും ഡോക്ടറെ കാണാൻ പറയൂ. അവർക്ക് കുഞ്ഞുണ്ടായിക്കാണെന്ന് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും അച്ഛനും. അമ്മ നെടുവുറുപ്പട പറയുന്ന കേട്ട് ബാല പറഞ്ഞു. അമ്മ വിഷമിക്കാതെ, എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും. ആർക്കും ഒരു ദ്രോഹവും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അമ്മ സമാധാനമായിരിക്കെ, ബാല ആശ്വസിപ്പിച്ചു. ദക്ഷ റൂമിലേക്ക് ചെല്ലുമ്പോൾ ദേവൻ വാഷ്റൂമിൽ നിന്നിറങ്ങി. കണ്ണാടിയിൽ നോക്കി മുടിയിൽ കുത്തിയ സ്ലൈഡ് ഒരു മത ദക്ഷയുടെ പിന്നിലൂടെ ചെന്ന് വയറിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ കാതരം ചോദിച്ചു അവൻ. കേട്ടല്ലോ അച്ഛമ്മ പറഞ്ഞത്, ഇനി എനിക്ക് ക്ഷമയില്ല കേട്ടോ. അത് പറയുമ്പോൾ അവന് സ്വരം ഇടറിപ്പോയത് ശ്രദ്ധിച്ചു ദക്ഷ. ദേവേട്ടാ, എനിക്കും. പറഞ്ഞുകൊണ്ട് തന്നെ വയറിന് മീതെ പൊതിഞ്ഞു വെച്ചിരുന്ന അവന്റെ കൈകൾക്ക് മുകളിൽ തന്റെ കൈ ചേർത്ത് പിടിച്ച് അവനിലേക്ക് ഒന്നുകൂടി അടുത്തു നിന്നു അവള്. മതി, ഇത് കേട്ടാ മതി എനിക്ക്. ഇന്ന് നിന്നെ ഉറക്കില്ല പെണ്ണ, ഞാൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ, ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം. ദേവൻ പറഞ്ഞുകൊണ്ട് ബനിയനും ട്രാക്ക് സൂട്ടും ഇട്ടുകൊണ്ട് താഴേക്ക് പോയി. ദക്ഷ കുളിച്ച് വേഷം മാറി താഴേക്ക് പോയി. പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് ദേവൻ തിരികെ എത്തിയത്. വന്നതും മാറിയും ശ്രദ്ധിക്കാതെ റൂമിലേക്ക് പോയി. ദക്ഷ പിന്നാലെ ചെല്ലുമ്പോഴേക്കും എന്തോ ഒളിപ്പിച്ചു വെച്ചതുപോലെ കള്ളത്തരം മറച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. വല്ലാതെ വിശക്കുന്നു, കഴിക്കാൻ എടുത്ത് വെക്ക്. ദേവൻ പറഞ്ഞപ്പോൾ ദക്ഷ ചിരിച്ചുകൊണ്ട് താഴേക്ക് പോയി. മോൾക്ക് ആഹാരം പ്ലേറ്റിലെടുത്ത് കൊടുക്കുകയാണ് ബാല. ബാലടുത്ത് കഴിക്കാൻ എടുത്ത് വെക്കാമല്ലേ? ഇന്ദ്രേട്ടൻ എവിടെ കണ്ടില്ലല്ലോ. ആരെയോ കാണാനുണ്ട് എന്നും പറഞ്ഞ് പോയതാ. എടുത്തു വെച്ചോ, മോൾക്ക് കൊടുത്തിട്ട് ഇപ്പോൾ വരാൻ ഞാൻ, ബാല പറഞ്ഞു. അമ്മ മുട്ടുവേദന ഉള്ളതുകൊണ്ട് നേരത്തെ കിടക്ക്. അച്ഛനും മരുന്ന് കഴിക്കുന്നത് കൊണ്ട് 8 മണിക്ക് കഴിയും. ഏട്ടൻ വന്നില്ലല്ലോ, നീ ഒന്ന് വിളിച്ചു നോക്ക് ദേവ. ബാല പറയുമ്പോഴേക്കും ഇന്നെൻ്റെ വണ്ടി വന്ന് നിന്നു. അച്ഛനെത്തി. ആ ചുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു. മോൾ അച്ഛൻ്റെ റൂമിൽ പോയി കിടന്നു, അമ്മ കഴിച്ചിട്ട് വന്നിട്ട് വിളിക്കാട്ടോ. മോളുടെ മുഖവും വായും കഴുകി കൊടുത്തുകൊണ്ട് ബാല പറഞ്ഞു. ദക്ഷ കഴിക്കാനെല്ലാം എടുത്തു വെച്ചിരുന്നു. അവർ 4 പേരും കൂടി കഴിക്കാനിരുന്നു. കഴിച്ച് എഴുന്നേറ്റ് ദേവനും ഇന്ദ്രനും അല്പസമയം സംസാരിച്ചിരുന്നു. പ്ലേറ്റ് എടുത്ത് വെച്ച് അടുക്കള വൃത്തിയാക്കി കുടിക്കാൻ വെള്ളവും എടുത്ത് ബാലയും ദക്ഷയും വന്നു. ഇന്ദ്രേട്ടാ, ഞാൻ മോളെ എടുത്തു വരാം, ഈ വെള്ള റൂമിലേക്ക് കൊണ്ടുവയ്ക്കോ. വെള്ള ജേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ബാല. താൻ നടന്നു, മോളെ ഞാൻ എടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എഴുന്നേറ്റ് ദക്ഷ ദേവനെ നോക്കിക്കൊണ്ട് മുകളിലെ റൂമിലേക്ക് പോയി. വെള്ളം ജഗ് ടേബിളിൽ വെച്ച് ദക്ഷൻ നൈറ്റ് ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. സാധാരണ അവള് അത് ഉപയോഗിക്കാറില്ല. കുറേയായി ദേവൻ ഗൾഫിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ലൈറ്റ് റോസ് നിറത്തിൽ സിൽക്ക് ഫാബ്രിക്കുള്ള ഡ്രസ്സ്. ദേഹത്തിട്ടത് പോലും തോന്നുന്നില്ല. ചമ്മലായതുകൊണ്ട് അത് ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. അവള് മുട്ടിനെ കുറച്ച് താഴെ വരെ മാത്രം ഇറക്കം. ഷോൾഡറിൽ നേരിയ വള്ളികളും. വേഗം ബെഡിൽ കിടന്ന ബ്ലാങ്കറ്റ് വലിച്ച് കഴുത്ത് വരെ പൊതിച്ചു കിടന്നു അവള്. ഇട്ട് കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. ദേവനൊരു മൂളിപ്പാട്ടും മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി വന്നു. ബെഡിൽ പൊതിച്ച് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ എന്താ എന്ന് പതിവില്ലാത്ത വിധം എന്ന് മനസ്സിൽ തോന്നിയെങ്കിലും വാതിൽ ലോക്കാക്കി ബേനയും ഒരു ഹാങ്കറിൽ കൊളുത്തിയിട്ട് ഷെൽഫിലും ഒരു പൊതി എടുത്തു അവൻ. ദച്ചു, എന്താ മിണ്ടാതെ കിടക്കുന്നത്? താൻ നേരത്തെ പറഞ്ഞതൊക്കെ മറന്നോ? ബെഡിലിരുന്നുകൊണ്ട് ചോദിച്ചു ദേവൻ. അവൾ കണ്ണടി ഇറക്കി അടച്ചു. 2 കൈകൊണ്ടും പുതപ്പ് അമർത്തി പിടിച്ചു രക്ഷ. എടോ, താനെന്താ മിണ്ടാതെ കിടക്കുന്നത്? ദാ ഇത് നോക്കിയേ. പൊതി തുറന്ന് വിരിഞ്ഞു വരുന്ന മുല്ലമാല എടുത്ത് അവളുടെ മുഖത്തിന് മേലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവൻ. മുല്ലപ്പൂവിന്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ ദക്ഷ കണ്ണ് തുറന്ന് നോക്കി. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. എഴുന്നേൽക്ക്. അവളുടെ ദേഹത്തേക്ക് ഇന്ന് പുതപ്പ് വലിച്ചു മാറ്റി ദേവൻ. അവളുടെ ഡ്രസ്സ് കണ്ട് മിഴിഞ്ഞിരുന്ന് പോയി ദേവൻ. അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇതൊന്നിട്ട് കാണാൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നു ദേവേട്ടാ. ഞാൻ ചുമ്മാ ഒന്നിട്ട് നോക്കിയതാ. അവൾ പുതപ്പ് മാറോട് അടക്കി പിടിച്ച് എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞു. ചമ്മലോടെ പറയുന്ന ദക്ഷയെ കണ്ട് ചിരി വന്നു അവന്. അത് മാത്രമല്ല, അച്ഛമ്മ പറയുന്നത് കേട്ട് തഴമ്പിച്ചാണെങ്കിലും തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ദക്ഷ മാറിയ സന്തോഷവും അടക്കാൻ കഴിയാതെ അവൾ നെഞ്ചോട് അടക്കി പിടിച്ച് നെറ്റിയിലമർത്തി ചുംബിച്ചു ദേവൻ. ദേവേട്ടാ, എന്നോട് ദേഷ്യമുണ്ടോ? അവനെ നെഞ്ചോട് ഒന്നുകൂടി ചേർന്നിരുന്നുകൊണ്ട് ചോദിച്ചു ദക്ഷ. എടോ, എനിക്ക് തന്നെ എന്നെക്കുള്ളവർ ഇഷ്ടമാണ്. പിന്നെ വികാരങ്ങൾ ഓരോ മനുഷ്യനും പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നതും. എൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. മാത്രമല്ല, ശാരീരിക ബന്ധം മാത്രമല്ല, ദാമ്പത്യത്തിൻ്റെ അടിത്തറയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പങ്കാളിയുടെ മനസ്സ് എനിക്ക് മനസ്സിലായി. താനിനെ പൂർണ്ണമായും മനസ്സിലാക്കുകയും നമ്മൾ പരസ്പരം മറിഞ്ഞൊന്നാവുകയും ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു എനിക്ക്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. തന്നിൽ കുറ്റം പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ പ്രശ്നമുണ്ടാക്കാമായിരുന്നു. ഞാൻ അത് ചെയ്യാതിരുന്നത് തന്നെ ഏറെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് ആരെയും മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കാറില്ല. അതുകൊണ്ടാണ് പല ദാമ്പത്യങ്ങളും തുടങ്ങുമ്പോഴേക്കും ഒടുങ്ങി പോകുന്നത്. ഭാര്യയും ഭർത്താവും പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളിൽ പല ദാമ്പത്യത്തിലും
ഇല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ തന്നെ വേർപിരിഞ്ഞു പോയേനെ. ദാമ്പത്യത്തിൽ മുഖ്യ പങ്കുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്. ദേവൻ പറയുന്ന കേട്ടപ്പോഴാണ് അതിനെക്കുറിച്ച് ദക്ഷ ആഴത്തിൽ ചിന്തിച്ചത്. ഇത്രയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും താൻ ഈ കാര്യത്തിൽ ബിഗ് സീറോ തന്നെയായിരുന്നെന്ന് തോന്നിപ്പോയി അവൾക്ക്. ദേവേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നത് ഈശ്വര, അവളുടെ ഉടലൊന്ന് വിറച്ചു. ഇനി അതൊന്നും പറയണ്ട, നമുക്ക് നമ്മുടെ ആദ്യ രാത്രി ഒന്നുകൂടി ആഘോഷിക്കാം പറഞ്ഞുകൊണ്ട് ദേവൻ അവളെ ഒന്നുകൂടി കരിഞ്ഞു മുറുക്കി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ദേവേട്ട കൂർക്കിക്കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. പെണ്ണേ. അവനും അവളുടെ കാതുരം വിളിച്ചുകൊണ്ട് മുല്ലമ്മല അവളുടെ മുടിയിൽ തിരികെ വെച്ചു. കുറച്ച് പൂക്കൾ അടർത്തിയെടുത്ത് ബെഡിലിട്ടു. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു പോവാൻ. അവൻ്റെ മേലെ ദക്ഷയും. അവളുടെ വെളുത്ത കവളുകൾ ചുവന്ന് പടർന്നത് കണ്ടപ്പോൾ ദേവന്റെ ആവേശം കൂടി. അവളെ അവൻ്റെ ബലിഷ്ഠമായ കൈകൾ വരിഞ്ഞു മുറുക്കി. അവളെ ഒറ്റ മറിച്ചിൽ അടിയിലാക്കി ദേവൻ. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു കാണുന്ന പ്രണയത്തിൽ വിവശയായി ദക്ഷ അവൻ്റെ ഓരോ ചുടിച്ചുമനവും ഏറ്റുവാങ്ങുമ്പോഴും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. നെറ്റിയിലും കൺപോളകളിലും കവിളുകളിലും കാതുകളിലും അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. ഇടയ്ക്ക് കഴുത്തിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയപ്പോൾ അവളെ എരിവ് കൊണ്ടുപോലെ വലിച്ചു. അവളുടെ നഗമന അവൻ്റെ പുറത്ത് കോറി വരഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവളിൽ അലഞ്ഞു നടന്നു. ഇടയ്ക്ക് അവളുടെ നേർത്ത വസ്ത്രം വലിച്ചൂരി മാറ്റിയവൻ. അതൊന്നും അറിഞ്ഞില്ല ദക്ഷ. അവളും വല്ലാത്ത ലഹരിയിലായിരുന്നു. ഇടയ്ക്ക് അവൻ കിടന്നുകൊണ്ട് അവളെ അവൻ്റെ ദേഹത്തേക്ക് വലിച്ചു കിടത്തി. പ്രണയത്തോടെ ദക്ഷ അവനെ നെറ്റിയെ ചുംബിച്ചു. ചുംബനം പരസ്പരം കൈമാറുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് മനോഹരമായി ആദ്യമായാണ് ദക്ഷ അവനെ ചുംബിക്കുന്നതെന്ന് തോന്നിയവന്. കിസ്മി ദക്ഷ, ഉന്മദത്തോടെ പറഞ്ഞു അവൻ. അവൻ്റെ നെറ്റിയിൽ നിന്നും അവളുടെ അതിരം ഇറങ്ങി കൺപോളകളെ ചുംബിച്ചു. ഇരു കവളുകളിലും അവളുടെ നനവാർന്ന അതിരം പറഞ്ഞപ്പോൾ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് തന്നിലേക്ക് അമർത്തി പിടിച്ചു ദേവൻ. ദക്ഷൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ചുണ്ടുകൾ അവിടെ ഇണയെ തേടി പരസ്പരം ചുംബിച്ചു. അവൻ്റെ കീഴ്ചുണ്ടും മേൽച്ചുണ്ടും ഒരുപോലെ നുണഞ്ഞു അവൾ. ആദ്യമായി അത്രയേറെ പ്രണയത്തോടെ അവളുടെ പ്രവർത്തികളിൽ സ്വയം മറന്നു ദേവൻ. അതോടൊപ്പം അവളിലുള്ള അവൻ്റെ പിടിയും മുഴുകി. ശ്വാസം വിലങ്ങ് തീർത്തപ്പോൾ ദേവൻ മുഖം വെട്ടിച്ചു. ദക്ഷ ഒന്നുകൂടി അവൻ്റെ ശരീരത്തിൽ നിന്ന് നൂർന്നിറങ്ങി. അവളുടെ നഗ്നമായ മാറിടം അവൻ്റെ നെഞ്ചിൽ കവിഞ്ഞമർന്നു. അവൻ്റെ തൊണ്ടക്കുഴിയിൽ തെളിഞ്ഞു നിൽക്കുന്ന മുറിയിൽ അവളുടെ അതിരം പറഞ്ഞപ്പോൾ ഒന്നുയർന്നു പൊങ്ങി ദേവൻ. അതോടൊപ്പം അവളും. അവനിലെ പുരുഷനെ ഉണർത്താൻ ആ ഒരൊറ്റ ചുംബനം മതിയായിരുന്നു. ഒറ്റ കുതിപ്പിന് അവളെ അടിയിലാക്കിയവൻ. അവളുടെ മാറിടങ്ങൾ അവൻ്റെ കൈകളിൽ ഞെരിഞ്ഞമർന്നു. നോവ് തോന്നിയെങ്കിലും അവനിലുള്ള അവളുടെ പിടുത്തം മുറുക്കി. അവൻ്റെ ആവേശം കൂടി. അവളുടെ നഗ്നമായ മാറിലും അണിവയറിലും ഒഴുകി അലഞ്ഞു അവൻ്റെ ചുണ്ടുന്നാവും. മത് തേടി അലയും പോലെ അവളുടെ ഓരോ വിളിയും അവൻ്റെ ആവേശത്തെ ഉണർത്തി. പൊക്കൽ ചുഴിയിൽ നാവിട്ട് വട്ടം കറക്കിയപ്പോൾ നടു ഉയർന്ന് പൊങ്ങി അവൾ. അവളെ ബെഡിലേക്ക് അമർത്തി പിടിച്ച അവൻ്റെ കൈകൾ ചെറുനോവായി അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ. വികാരങ്ങൾ ശമിപ്പിച്ചുകൊണ്ട് അവളിലേക്ക് അവനെ പൂർണ്ണമായും നിറച്ചുകൊണ്ട് രണ്ടുപേരും വീട്ടി ഉയർത്തി തളർച്ചയോടെ അവളിലേക്ക് ചേർന്ന് കിടന്നു അവൻ. പുതുപ്പ് വലിച്ച് ദേഹത്തിട്ട് രണ്ടുപേരും നഗ്നത മറിച്ചു. കണ്ണുകൾ കൂമ്പിയടഞ്ഞവളും അവനോട് ഒട്ടിക്കിടന്നു. അവളുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട്. തളർന്നുപോയി എൻ്റെ ലച്ചു. ആദ്യത്തെ കിടപ്പൊന്ന് ഒതുങ്ങിയപ്പോൾ അവളോട് ചോദിച്ചു അവൻ, നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട്. ഇല്ല ദേവേട്ട, എനിക്ക് കുഞ്ഞിനെ വേണം, ദേവേട്ടൻ്റെ കുഞ്ഞിനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്ന് ചിന്തിച്ചു അവൾ. അതെ, ഒന്നുകൂടി വേണം, എനിക്ക് കൊതി മാറുന്നില്ല. മാത്രമല്ല കുട്ടികളുണ്ടാകണമെങ്കിൽ ഒന്നുകൂടി വേണം. ഇവിടെ വായിച്ചു പോയത് ഓർത്ത് വെച്ചുകൊണ്ട് അവളെ നെഞ്ചോട് അടക്കി കാതിൽ പറഞ്ഞു അവൻ. എനിക്കും. നാണത്തിൽ കലർന്ന ചിരിയോടെ അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ കരങ്ങൾ വീണ്ടും അലയാൻ തുടങ്ങി. ഒരിക്കലും മതി വരാത്ത അനുഭൂതിയോടെ കണ്ടെത്തലുകൾക്കായി പരസ്പരം സ്നേഹിച്ച് ഒടുവിൽ തളർന്നു പോയി ഇരുവരും. എപ്പോഴോ കൺപോളകൾ അടഞ്ഞു പോയി ഇരുവരുടെയും. അതിരാവിലെ ദേവൻ എഴുന്നേൽക്കുമ്പോൾ പിറന്നവടി തൻ്റെ അരികിൽ കിടക്കുന്നവളെ ഒന്ന് നോക്കി പുറപ്പെടുത്ത് അവളെ പൊതിപ്പിക്കുമ്പോൾ കണ്ടു അവൾ അഴിഞ്ഞു വീണ അരഞ്ഞാണം. അതെടുത്ത് ടേബിളിൽ വെച്ചവൻ ഭാഷയിലേക്ക് നടന്നു കള്ളച്ചിരിയോടെ. ദേവൻ എഴുന്നേറ്റ് പോയതറിഞ്ഞ് ദക്ഷ കൺപോളകൾ ആയാസപ്പെട്ട് തൂർന്നു നോക്കി. അറിയാതെ അവളുടെ കണ്ണുകളിൽ എത്തുന്നത് ചുമരിൽ ആടിക്കൊണ്ടിരുന്ന ഫ്രോക്കിലേക്കായിരുന്നു. ഈശ്വര, 7 മണി. നെഞ്ചിൽ കൈവച്ച് ചാടി എഴുന്നേറ്റു അവൾ. പുതപ്പ് വലിച്ചു മാറ്റി താഴെ ചെയ്തിരിക്കിടന്ന തൻ്റെ ചുരിദാർ ടോപ്പ് എടുത്ത് തലവഴിയിട്ടു. അപ്പോഴേക്ക് ദേവൻ കുളി കഴിഞ്ഞിറങ്ങി വന്നു. ടർക്കിക്കൊണ്ട് മുടി തുവർത്തിക്കൊണ്ട്. ഒന്ന് വിളിക്കാമായിരുന്നില്ല ദേവേട്ട, ഇന്നും വൈകി. ചുണ്ടു പൊപ്പിച്ച് പറഞ്ഞ് അവനെ നോക്കി പറഞ്ഞിട്ട് കുളിച്ചു മാറാൻ ചുരിദാറെടുത്ത് വേഗം ബാത്റൂമിലേക്ക് കയറിയോളെ. വാഷ് ചെയ്യാനുള്ള തുണികളിടുന്ന ബിന്നിൽ പാൻറ്റും മിന്നറും ഇട്ടുകൊണ്ട് തിടുക്കത്തിൽ ബ്രഷ് ചെയ്ത് കുളിക്കാൻ ഷവർ ഓൺ ചെയ്തു. അതിനിടയിൽ നിന്നപ്പോൾ എവിടെയോ ചെറുതായി നേർന്നതുപോലെ തോന്നി അവൾക്ക്. അവളുടെ കവളുകൾ ചുവന്നു. തലയിൽ ഓർമ്മകളിൽ. കുളി കഴിഞ്ഞ് നീണ്ട മുടി തോർത്തിൽ ചുറ്റി കെട്ടി വെച്ച് പുറത്തേക്ക് ഇറങ്ങിയ അവൾ ദേവ റൂമിലായിരുന്നു. ഈശ്വര, അമ്മയ്ക്ക് എന്ത് തോന്നും?
പതിവ് എല്ലാം തെറ്റലാണ്. ബാലട്ടത്തിൽ ജോലികളെല്ലാം ചെയ്യും. എന്നാലും മോശമല്ലേ? നാളെ മുതൽ നേരത്തെ എഴുന്നേൽക്കണം. സ്വയം പറഞ്ഞുകൊണ്ട് അവൾ താഴേക്കിറങ്ങി. സീറ്റ് ഔട്ടിൽ പത്രം വായനയിലാണ് ദേവൻ. അരികിൽ അച്ഛനും നീന്തട്ടിനെയും ഇരിക്കുന്നുണ്ട്. മോനെ, ദക്ഷയുടെ ആശ്രമയുടെ സപ്തതി ആഘോഷം ഞായറാഴ്ചയല്ലേ? ഒരാഴ്ച മുമ്പ് ദക്ഷ അവിടെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മിപ്പിക്കാൻ വിളിച്ചിരുന്നു അവിടുന്ന്. നിനക്ക് കൊണ്ടുവിടാൻ സമയമില്ലെങ്കിൽ രുത്തനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുന്നേച്ചിട്ടില്ല, അങ്ങോട്ട് വിളിക്കാൻ പറയാമെന്ന്. എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. അവിടെ നിന്നിട്ട് കുറേ ദിവസമായല്ലോ, ഒരാഴ്ചയെങ്കിലും അവിടെ വന്ന് നിൽക്കട്ടെ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല. പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ, വീട്ടിൽ പോയി നിൽക്കലൊക്കെ ഇന്നത്തെ കാലത്ത് കുറവാണ്. കെട്ടിയവന്മാർ എവിടെയാണോ അവിടെ തന്നെ അവരും ഉണ്ടാകും. അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമൊക്കെ കാണില്ലേ? അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് ദേവന് ചായ കൊടുത്തു. അമ്മ അകത്തേക്ക് പോയി. അതേ കൃഷ്ണനും എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞു, ഇടയ്ക്ക് നിങ്ങൾ അവിടേക്ക് പോകുന്നുണ്ടെങ്കിലും ഏറിയൽ അരമണിക്കൂർ അവിടെ നിൽക്കില്ലെന്ന്. അവൾക്കും അവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടാകില്ലേ? അച്ഛൻ ദേവനെ നോക്കി പറഞ്ഞു. അവൾക്കിടയ്ക്ക് അവരൊക്കെ ഒന്ന് കാണണമെന്നല്ലേ ഉൾവച്ച. അതിന് ഞങ്ങൾ പോകുന്നുണ്ടല്ലോ. ഞായറാഴ്ചയല്ലേ ഫംഗ്ഷൻ, വൈകിട്ട് കൊണ്ടിടാം. ഇല്ലെങ്കിൽ അവർക്കും അതൊരു വിഷമമാകും. ദേവൻ പറഞ്ഞത് ചായ കുടിച്ചു. ബാല ജോലികളെല്ലാം ഒരുക്കിയിരുന്നു. മോൾക്ക് ലഞ്ച് ബോക്സ് ഒരുക്കുകയാണ്. ഏട്ടത്തി സോറി, ഞാൻ എന്നും ഉറങ്ങിപ്പോയി പറഞ്ഞുകൊണ്ട് ബാലയെ നോക്കി ദക്ഷ. അതിനെന്താ, നീ ചായ കുടിക്കും. ദേവനുള്ളത് അമ്മ കൊടുത്തിട്ടുണ്ട്. ഞാൻ മോളെ എഴുന്നേൽപ്പിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് ബാല ചിരിച്ചിൻ്റെ റൂമിലേക്ക് പോയി. സുധ അകത്തേക്ക് വരുമ്പോൾ ദക്ഷ ചായക്കപ്പെടുത്ത് ചായ അതിലൊഴിക്കുകയായിരുന്നു. എഴുന്നേറ്റ് വന്നോ? അതെ, നിന്റെ വേലക്കാരിയല്ല ബാല, അത് ഓർമ്മ വേണം. സമയം 8 മണിയാകാൻ പോകണം. ഇവിടെ ഇനി എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടോ? അവിടെ ചോദ്യം കേട്ട് ആദ്യം ഒന്ന് പകച്ചു നിന്നു അവൾ. അടുത്ത നിമിഷം തന്നെ അമ്മായിമ്മ പോലെ എടുക്കുകയാണോ സംശയം തോന്നി അവൾക്ക്. മുഖത്ത് ചിരി വരുത്തി അവൾ. അമ്മേ, ഞാൻ എന്തായാലും പാചകം ചെയ്താൽ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. അതിനു പകരം ഈ വീട് മുഴുവൻ തൂക്കുകയും തുടക്കുകയും മുറ്റം അടിക്കുകയും ഷെൽഫും എല്ലാം ഒതുക്കുകയും പാത്രം കഴുകുകയും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അവളുടെ മറുപടി കേട്ട് കണ്ണുകൾ മിഴിഞ്ഞു വന്നു സുധാമയുടെ. അത് ശരി, എന്നാലൊരു കാര്യം ചെയ്യാം. ഈ വില ജോലികളെല്ലാം പങ്കുവെക്കാം. അത് മാത്രം ഓരോരുത്തർക്ക് ചെയ്താൽ മതിയല്ലേ? അമ്മയുടെ സ്വരം മാറിയതും അമ്മയ്ക്ക് താൻ പറഞ്ഞത് ഇഷ്ടപ്പെടില്ലെന്ന് മനസ്സിലായി അവൾക്ക്. അതല്ലമ്മേ, ഞാൻ ഉണ്ടാക്കിയാലൊന്നും ശരിയാവില്ല. അമ്മയുടെയും ബാലടത്തിലെയും കൈപുണ്യമൊന്നും എനിക്കില്ലതാ. എൻ്റെ പൊന്നമ്മ ഒന്ന് ക്ഷമി, ഞാൻ ഒന്ന് പഠിച്ചു കാട്ടെ. അമ്മയെ ചൂടാക്കിയാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ കവിളിൽ പിടിച്ചൊന്ന് വലച്ചൊന്ന് പറഞ്ഞ രക്ഷ. വലത് സോപ്പിങ്ങൊന്നും വേണ്ട, കഴിക്കാൻ എടുത്ത് വെക്കുവേണേ. അമ്മയുടെ മുഖത്ത് ചിരി വരുന്ന കണ്ട ആശ്വാസമായി അവൾക്ക്. പിന്നെ നിന്റെ അമ്മ വിളിച്ചിരുന്നു. അച്ഛമ്മയുടെ സപ്തതിക്ക് ഒരാഴ്ച മുന്നേ നിന്നെ വിടാൻ പറഞ്ഞിരുന്നു. സ്വന്തം വീട്ടിൽ പോകണമെന്നൊന്നും ഇല്ലേ നിനക്ക്? ദേവിനോട് ചോദിച്ചു പോകാൻ നോക്ക്. ഞാൻ വിടാതെയാണെന്ന് കരുതും അവർ. പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞു അവർ പോകണം. കൊച്ചുമക്കളും അപ്പച്ചിമാരും എല്ലാം വരുന്നുണ്ട്. ഞാനെന്ന് പറയാനിരിക്കുകയായിരുന്നു. വൈകിട്ട് പോയിക്കോട്ടെ അമ്മേ. ദക്ഷ അനുവാദം ചോദിച്ചു. ദേവന്റെ അടുത്ത് പോയി ചോദിച്ചു എന്താന്ന് വെച്ചാൽ ചെയ്യും. അമ്മ പറഞ്ഞുകൊണ്ട് കടലക്കറി പാത്രത്തിലേക്ക് പകർത്തി. ദക്ഷ ചായ വേഗം കുടിച്ചുകൊണ്ട് പുട്ടും പുഴയും മറ്റ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ദേവൻ ഫോണിൽ ആരോടോ ചിരിച്ച് സംസാരിച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് വന്നു. ഏട്ടനാണ്, നിന്നോടെന്തോ പറയാനുണ്ടെന്ന് കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഫോൺ കൊടുത്തു ദേവൻ. ഏട്ടാ, ദക്ഷ സന്തോഷത്തോടെ വിളിച്ചു. ദേശുമോളെ, നീ വീണ്ടും അപശ്യാകാൻ പോകുന്നു. ഇനി നിനക്കൊരു കുഞ്ഞുണ്ടായിട്ട് മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ലക്ഷ്മി. പറഞ്ഞിട്ട് എന്ത് കാര്യം? രുദ്രൻ പറഞ്ഞ വാർത്ത കേട്ട് സന്തോഷം തോന്നിയെങ്കിലും അവൾക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അടുത്തു നിൽക്കുന്ന ദേവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ദേവനും അവളുടെ മുഖത്ത് ചിരി മാനുവിന്റെ കാരണം മനസ്സിലായിരുന്നു. അവൻ അവളെ അടുത്തേക്ക് വന്ന് തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ച നെറ്റിയിൽ നെറ്റി മുടിച്ചുകൊണ്ട് പറഞ്ഞു. വൈകിട്ട് അവിടേക്ക് വരാമെന്ന് പറയൂ എന്ന് കാതിൽ പറഞ്ഞു. ഞാൻ വരാട്ടാ പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ കട്ടാക്കി പുറം കൈകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് ദേവനെ നോക്കി പുഞ്ചിരിച്ചു ദക്ഷ. കഴിക്കാനിരിക്കും ദേവേട്ടാ, ഞാൻ അച്ഛനെയും ഇന്ദ്രേട്ടനെയും വിളിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവനെ വിട്ടുമാറി അവൾ സീറ്റൗട്ടിലേക്ക് നടന്നു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അമ്മ കൊടുത്ത ഉപ്പുമാവും പഴവും കഴിക്കുകയാണ് ജീവൻ. അച്ഛൻ എത്തുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. വരാൻ തിരുന്ന റോഡിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്ന അമ്മ പറഞ്ഞപ്പോൾ ജീവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ചിത്രയും തൻ്റെ മോനും. അച്ഛൻ അവരെ കണ്ടുപിടിച്ചു. തന്നോട് ചിത്രയ്ക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും തിരിച്ചു വരാൻ സമ്മതിക്കില്ലായിരുന്നു. അവളുടെ വയറ്റിൽ തൻ്റെ അംശം വളരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവളെ പോകാൻ അനുവദിക്കില്ലായിരുന്നു. എല്ലാം തൻ്റെ തെറ്റാണ്. ചിത്രയെ വശത്താക്കിയതുൾപ്പെടെ ജീവൻ കഴിക്കുന്നത് മതിയാക്കി. അവൻ്റെ മനസ്സിൽ ചിത്രയുടെ വീട്ടിൽ അവൻ പോയി അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഇന്നലെ എന്നതുപോലെ തെളിഞ്ഞു വന്നു. കൂടുതൽ തെളിമയോടെ ഓട്ടോ വന്ന വീടിന് മുന്നിലുള്ള റോഡിൽ നിന്നപ്പോൾ ജീവന്റെ അമ്മ മുറ്റത്തേക്ക് ഓടിയിറങ്ങി. ജീവ, അവർ എത്തി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഇറങ്ങിയത് അച്ഛനാണ്. ഓട്ടോ ഡ്രൈവർക്ക് പണം കൊടുക്കുമ്പോൾ മോനെ തോളിട്ടുകൊണ്ട് ചിത്ര ഇറങ്ങി. മോനെ വിളിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുത്തു അവർ.
തൻ്റെ ബാഗെടുത്ത് ചിത്ര അവരെ നോക്കിയിരുന്നു. അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. കാര്യം മകൻ കൊള്ളരുതാത്തവനാണെങ്കിലും അച്ഛനും അമ്മയും നല്ലവരായിരുന്നു. തന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ തനിക്കായിരുന്നു അവരോട് ദേഷ്യവും വൈരാഗ്യവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടം വിട്ടു പോകാൻ കാരണവുമായതും. ജീവനെപ്പോലെ ചതിയനായ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല തീരുമാനിച്ചുകൊണ്ട് തന്നെ. മോളെ വാ മോളെ, എന്ത് കോലമാ നിന്റെ, കണ്ടാൽ അറിയാതെയായി. ചിത്രയുടെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മർത്തെ കുഞ്ഞു വരാന്തയിലേക്ക് കയറി അവർ. മോളെ, നിന്നെ ചതിച്ച് മറ്റൊരുവളെയും കൊണ്ട് നാട് വിട്ടാൻ നോക്കിയവനാണിത്. കിട്ടിയ സമ്മാനം കണ്ടോ? ഇപ്പോൾ നടക്കണമെങ്കിലും കിടക്കണമെങ്കിലും ഒരാളെ സഹായം വേണം. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്ന് ഒരു ചൊല്ലുണ്ട്. അത് ശരിയാണ് ഇവന്റെ കാര്യത്തിൽ. അമ്മ പറഞ്ഞു കിട്ടി ചിത്ര കൊച്ചത്തോടെ ജീവനെ നോക്കി. കണ്ണുകൾ രണ്ടും നിറഞ്ഞ അമ്മയുടെ തോളിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിലേക്കായിരുന്നു അവന്റെ ശ്രദ്ധ. തന്നെ നോക്കുന്ന പോലുമില്ലെന്ന് തിരിച്ചറിവ് ചിത്രയ്ക്ക് ദേഷ്യം വന്നു. അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണ്. ജീവന്റെ കാര്യത്തിൽ മാത്രമല്ല എൻ്റെ കാര്യത്തിലും. സർവ്വ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് പ്രസവിച്ച മകളെയും ഉപേക്ഷിച്ച് ഇവനെപ്പോലെ ഒരു ചതിൻ്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട ഞാൻ മണ്ടി തന്നെയാണ്. ഇന്നത്തെ കളി സ്ത്രീകളെ കെണി ഒരുക്കി കാത്തിരിക്കുകയാണ് ഇവനെപ്പോലെയുള്ളവർ. ചതിയിലകപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ജീവിതം. എങ്ങനെ കഴിയേണ്ടതായിരുന്നു ഞാൻ. ഇന്ദ്രേട്ടൻ്റെ കൂടെ എൻ്റെ മോളുടെ കൂടെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കാനുള്ള പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. ജീവിതം മുടുക്കാൻ തന്നെയാണ് പുറപ്പെട്ടത്. സകല പാപങ്ങളും ഏറ്റുപറഞ്ഞു പരിഹാരം തേടുകയും ചെയ്തു. രാമേശ്വരത്തെത്തി 22ാമത്തെ കിണറിൽ നിന്ന് സ്നാനം ചെയ്യുമ്പോഴാണ് തലചുറ്റി അവിടെ വീണത്. അവിടെ ഒരു പ്രായമായ സ്ത്രീയായിരുന്നു അഭയം തന്നത്. അവരുടെ ജോലിക്ക് ഒരാളെ കിട്ടിയതുപോലെയായിരുന്നു. 2 നേരം ഭക്ഷണവും ഒരു പായ വിരിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെ ജീവനോടെ ഇവിടെ നിൽക്കുന്നു. ചുരുക്കത്തിൽ എല്ലാവരുടെയും അറിവിലേക്ക് പറഞ്ഞ ചിത്ര, ഞാൻ ഒറ്റമുറി വീടിന് പ്രത്യേകിച്ചൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നത് മനസ്സിലാക്കിയ അവള്. മോളെ, അതൊക്കെ പിന്നെ പറയാം. മോൾ കുളിച്ചിട്ട് വാ, അമ്മ ചായ എടുക്കാം. കുഞ്ഞിനെ ഹാളിലിട്ടിരിക്കുന്ന അച്ഛൻ്റെ കട്ടിലേക്ക് എടുത്തുകൊണ്ട് അമ്മ അവളെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി റൂമിൽ കൊണ്ടുപോയി വെച്ചു. ചിത്ര, തെറ്റുപറ്റി എനിക്ക്. ഞാൻ ചെയ്ത എത്ര വലിയ തെറ്റായിരുന്ന് ഓരോ നിമിഷവും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദന കൊണ്ട് പൊളിഞ്ഞ ദിവസങ്ങൾ. മരിച്ചു കിട്ടിയത് മതിയെന്ന് പ്രാർത്ഥിച്ചു പോയിരുന്നു പലപ്പോഴും. പക്ഷെ ജീവൻ ഇട്ട് തന്നവൻ എടുക്കാതെ നിവർത്തില്ലല്ലോ. മാപ്പി ചിത്ര. അവൾക്ക് നേരെ ഇരു കൈകളും കൂപ്പി പിടിച്ചു നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു ജീവൻ. അവൻ്റെ അവസ്ഥ കണ്ട് വിഷമം തോന്നി അവൾക്ക് മനസ്സിൽ. കാരണം ഒരു കാലത്ത് താൻ ജീവനേക്കാളേറെ ആരെയും സ്നേഹിച്ചിരുന്നില്ല, സ്വന്തം കുഞ്ഞിനെ പോലും. ജീവ, നിനക്കും എനിക്കും തക്ക ശിക്ഷ തന്നെയാണ് ഈശ്വരന്മാർ തന്നത്. മരണത്തിന് പോലും വിട്ടു കൊടുക്കാതെ സ്വയം അനുഭവിക്കണമെന്നും അവരുടെ തീരുമാനമായിരിക്കും. ഇനിയൊന്നും പറയണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ മോനൊന്നും അറിയാതെ വളരട്ടെ. അവനെ നീ അച്ഛനും ഞാൻ അമ്മയുമാണ്. ജീവന്റെ കൂപ്പി പിടിച്ച കയ്യിൽ പിടിച്ചുകൊണ്ട് ചിത്ര പറഞ്ഞു. മോളെ, വാശിയും വൈരാഗ്യവും സ്വയം നാശമേ വരുത്തും. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? കഴിഞ്ഞ കാലത്തെ മറന്നേക്ക്. ഇനിയുള്ള കാലം ഉള്ളത് വെച്ച് സന്തോഷത്തോടെ കഴിയുക. അച്ഛനും പറഞ്ഞിട്ട് അടുക്കളപ്പുറത്തേക്ക് പോയി. ചിത്ര, എനിക്ക് നമ്മുടെ മോനെ ഒന്ന് എടുക്കണം. അവനെ ഉമ്മ വെക്കണം. ജീവൻ പറഞ്ഞു വിട്ട് ചിത്രം മോനെ പതിയെ വിളിച്ചു നടത്തി. ആദ്യം കരയാൻ തുടങ്ങിയെങ്കിലും പിന്നെ മോൻ അവളെ നോക്കി നിഷ്കളങ്കമായി ചിരിക്കാൻ തുടങ്ങി. മോനെ, ഇത് മോൻ്റെ അച്ഛനാ. അച്ചാച്ചൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന്. ഇതാ അച്ഛൻ. പറഞ്ഞിട്ട് മോനെ ഇത് ജീവന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നോണ്ട് മോനെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി ചിത്ര. ജീവൻ ആവേശത്തോടെ കുഞ്ഞിന്റെ നെറ്റിലും കവയിലും ഉമ്മ വെച്ചു. അവൻ്റെ കണ്ണീർ കുഞ്ഞിന്റെ മുഖത്ത് വീണു. മുഖപ്പോടെ കുഞ്ഞ് ചിത്രയെ നോക്കി. അച്ചാമ്മി വിളിച്ചു മോനെ. ചിത്ര മോൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞൊന്ന് സംശയിച്ചെങ്കിലും ചെറുചീകളുടെ ജീവനെ നോക്കി അച്ചാന്ന് വിളിച്ചു. മോനെ. ജീവൻ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചു. എല്ലാം കണ്ട് ജീവന്റെ അച്ഛനും അമ്മയും നിറമിഴികൾ തുടച്ചു. കുറച്ചു സമയം വേദിന്റെ കുഞ്ഞു പതിയെ നിലത്തിറങ്ങി. മോൻ്റെ പേരെന്താ ചിത്ര? ജീവൻ ചോദിച്ചു. നിരഞ്ജൻ. അപ്പോൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ചിത്ര പറഞ്ഞ റൂമിലേക്ക് പോയി ഭാഗ്യം കുളിച്ചു മറൻ സാരി എടുത്ത് പുറത്തെ കുളിമുറിയിലേക്ക് നടന്നു. അമ്മയും അച്ഛനും അപ്പുവിനെ കളിപ്പിക്കാൻ നോക്കി വിയർച്ചേറിയിരുന്ന ജീവൻ. അപ്പുവും അച്ഛനുമായി പെട്ടെന്ന് ഇണങ്ങിയതുപോലെ തോന്നി അവന്. ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം. മോനെ കുറച്ച് കളിപ്പാട്ടനും ഉടുപ്പുകളും വാങ്ങിയിട്ട് വരാം. പറഞ്ഞിട്ട് അച്ഛൻ പോകാൻ ഇറങ്ങിയപ്പോൾ അപ്പു വാശി പിടിച്ച് കരയാൻ തുടങ്ങി. അച്ഛൻ്റെ കൂടെ പോകാൻ. ചിത്രക്കുള്ളി കഴിഞ്ഞ് വന്ന മോനെ എടുത്തപ്പോഴാണ് അച്ഛന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞത്. മോളെ, എന്തെങ്കിലും കഴിക്ക്. കുഞ്ഞിപ്പോൾ പാല് കുടിക്കുന്നുണ്ടോ? അമ്മ ചോദിച്ചു. ഓവ്, 2 വയസ്സായിട്ടില്ല, 2 മാസം കൂടിയുണ്ട്. പറഞ്ഞിട്ട് മോനെ എടുത്ത് അടുക്കള പുറത്തേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ച് വേഷം മാറ്റിയത്. മോനെ ഞാൻ കൊടുക്കാം, മോള് കഴിക്കും. ആ പാത്രത്തിൽ ഉപ്പുമാവുണ്ട്. അത് വേണമെങ്കിൽ ചോറും മെഴുക്ക് പൊട്ടയും ഇന്നത്തെ മീൻ കൂട്ടാൻ വറ്റിച്ചത് കൊണ്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കും. കോലം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ തടിച്ചിരുന്നതാണ്. മോനെ ചോറ് കൊടുത്താൽ മതിയോ? മതി. കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കുഴച്ച് കൊടുത്താൽ ഇഷ്ടമാണ്. എരിവും പുളിയും ഒന്നും മതിക്ക് ഇഷ്ടമല്ല. ജീവൻ കഴിച്ചോമേ.
ചിത്ര ചോദിക്കുന്നത് ഹാളിൽ നിന്ന് ജീവൻ കേട്ടു. സാഹചര്യങ്ങൾ അവളെ വല്ലാതെ മാറ്റിയിരിക്കുന്നത് മനസ്സിലായി അവന്. അവൻ കഴിച്ചു, മോള് കഴിച്ചു. കുഞ്ഞിനെ കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി. കാക്കയും പൂച്ചയും കാണിച്ച് ചോറ് കൊടുക്കുന്നത് അടുക്കള വരാന്തിലിരുന്നു കൊണ്ട് നോക്കിയിരുന്നു ചിത്ര.